ರಜಾಕ್ ಮದನಿ ತಮ್ಮನ್ನ ಮೈಕ್ವಾಡಿಮ್ಗೆ ಬಹಳಷ್ಟು ಗೌರವಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅೌದು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಮ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್. ಯಾ أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. صدق الله العلي العظيم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ശൈഖുന അൽഹാജി VK അബൂബക്കർ മുസ്ലിയാർ അടിയാർ കണ്ണൂർ തവ്വലല്ലാഹു ഉംറഹു മഅ സിഹത്തി വൽ ആഫിയ. അതേപോലെ തന്നെ ഈ വേദിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന ജനാബ് ഖാദർ തെരുവത്ത് മഹാനവർകളെ, നിദാ സോസിയോ കെയർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ അൽഹാജി VK അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർകളെ, നീണ്ടമായ ഒരു സ്വാഗത പ്രഭാഷണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിദാ സോസിയോ കെയർ ഫൗണ്ടേഷൻ്റെ ഒരു മഹത്തായ വിവാഹ സംഗമത്തിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അനുഗ്രഹമാണ് എന്നതിന് ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ്. ലോകത്ത് ഒരുപാട് സമ്മേളനങ്ങളും വിവാഹ ചടങ്ങുകളും അതേപോലെ തന്നെ ഒരുപാട് പരിപാടികൾ നടത്തപ്പെടുന്നു എന്നതുകൊണ്ട് നിദാ സോസിയോ കെയർ ഫൗണ്ടേഷൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു വസ്തുതപരമായ ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിദാ സോസിയോ കെയർ ഫൗണ്ടേഷൻ്റെ ഈ മഹത്തായ സംഗമം പാഠവൽക്കരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രവർത്തനം എന്താണ്? പാവപ്പെട്ടവർക്ക്, വീടില്ലാത്തവർക്ക്, അതേപോലെ തന്നെ ഭക്ഷണമില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാതെ, മരുന്നിന് പോലും പണമില്ലാതെ, മാനസിക അസ്വസ്ഥതയിൽ അനുഭവിച്ച് അവരുടെ ജീവിതത്തിൻ്റെ നൂലാമാലകളുമായി ബന്ധപ്പെട്ട് സായം സന്ധിയിലൂടെ കടന്നു നീങ്ങുമ്പോൾ നിദാ സോസിയോ കെയർ ഫൗണ്ടേഷൻ ആ സമൂഹത്തെ കൈപിടിച്ചുയർത്തുകയാണ്. നീണ്ടമായൊരു പ്രഭാഷണം നടത്തുന്നില്ല. സമുദായത്തിലെ പാവങ്ങളെ കണ്ടെത്തി അവർക്കുള്ള വീടും വസ്ത്രവും ഭക്ഷണവുമെല്ലാം കൊടുത്ത് അവർക്ക് ഒരു ഉന്നതമായ ഒരു സ്ഥാനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു ഉന്നതമായ പ്രവർത്തനങ്ങളെ ആവിഷ്കരിച്ചെടുത്തുകൊണ്ട് ഒരു ഉന്നതമായ ഒരു കാഴ്ച വെച്ചാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സമകാലികമായ ഒരു പ്രവർത്തനത്തിന് നാം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ തടിച്ചുകൂടിയ സമൂഹം മനസ്സിലാക്കേണ്ടത്, ഈ സംഗമത്തിൻ്റെ അത്താണിയായി
ഈ സംഗമത്തിൻ്റെ കാവലാളിയായി, പാവപ്പെട്ടവർക്ക് എപ്പോഴും താങ്ങും തണലുമായി, അശരണരുടെ കാവലാളിയായ ബഹുമാനപ്പെട്ട നമ്മുടെ നിദാ സോഷ്യോ കെയർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട അൽഹാജി വി കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അവർക്ക് നാം ഏത് ഭാഷയിലാണ് സ്വാഗതം പറയുക എന്നെനിക്കറിയുകയില്ല. അത്രയും ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. സ്വന്തം സഹോദരിയുടെ വിയോഗത്തിൻ്റെ ഇടയിൽ പോലും പാവപ്പെട്ട നിങ്ങളെ ഓർത്തുകൊണ്ട്, ആ വിയോഗത്തിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വി കെ അബ്ദുൽ ഖാദർ ഹാജി എന്ന ആ മഹാമനുഷി നിങ്ങളെ ഓർത്തുകൊണ്ട് രാത്രിയും പകലും നട്ടോട്ടം മോദിയത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉരുൾ കണ്ടുകൊണ്ട് നാം കണ്ടവരാണ്. അവർക്ക് എല്ലാ വിധത്തിലുള്ള നിദാ സോഷ്യോ കെയർ ഫൗണ്ടേഷൻ്റെയും അതേപോലെ തന്നെ എല്ലാ ഭാവനത്തിലുമുള്ള ഒരു സ്വാഗതം നാം അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈ വേദിയിലേക്ക് അതിഥിയായി എത്തിയ അൽഹാജി വി കെ അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അറിവിൻ്റെ ഉന്നത ശിഖരങ്ങളെ ആവാഹിച്ചെടുത്ത അനുഗ്രഹ ചക്രവാളത്തിലെ അനുഗ്രഹ ജ്യോതിസായ മർഹൂം മഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആജി നവ്വറുല്ലാഹു മർക്കദ, ആ മഹാമനുഷ്യയുടെ വലിയൊരു മകനും കൂടിയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി. അദ്ദേഹത്തിന് 1000 സ്വാഗതം നാം അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഈ വേദിയിലേക്ക് ഉപവിഷ്ടരായി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ജനാബ് ഖാദർ തെരുവത്ത്, ഒരുപാട് അദ്ദേഹത്തെ ഇരുത്തി സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് എനിക്കറിയാം. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്ത്യ രാജ്യത്ത് എന്നല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും പാവപ്പെട്ടവർക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന്, ഇന്ത്യ രാജ്യത്തും ഇൻ്റർനാഷണലുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്നുള്ള ഒരു ഏകദേശം പങ്ക് പാവപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ അടുക്കളത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് നാം ആരും വിസ്മരിച്ചു പോകരുത്. അദ്ദേഹം ഓരോ മാസവും പരിശുദ്ധ ഹറമിൽ പോയി ഉംറ ചെയ്യുന്ന ഒരു മഹാമനുഷ്യയാണ്. ഓരോ ഉംറ നടത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ കഅബ ഷരീഫിൻ്റെ കവാടങ്ങൾ കൊട്ടി തുറക്കപ്പെടുകയും ആ കഅബ ഷരീഫിൻ്റെ അകത്തളത്തിൽ പോയി ഓരോ മാസവും 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ആ മഹാസൗഭാഗ്യം കിട്ടിയ മഹാമനുഷ്യയാണ് ഈ വേദിയിലേക്ക്, ഈ സംഗമത്തിലേക്ക് അധ്യക്ഷനായി വന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നേതൃത്വത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഈ സദസ്സിലേക്ക് തടിച്ചുകൂടിയിരിക്കുന്ന ഉമ്മപെങ്ങന്മാർ, സ്ത്രീകൾ, ചെറിയ മക്കൾ, പ്രായമുള്ളവർ, ഉസ്താദുമാർ, തങ്ങന്മാർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಮನಮಿಡಿಯುವ ಭಾಷಣದ ಮೂಲಕ ಸರ್ವ ಮಹನೀಯರನ್ನು ಆತ್ಮೀಯತೆಯಿಂದ ಸ್ವಾಗತವನ್ನು ಮಾಡಿದ ಖ್ಯಾತ ಪ್ರಭಾಷಣಗಾರರಾಗಿರುವ ಅಬ್ದುಲ್ ರಜಾಕ್ ಮದನಿ ತಮ್ಮನ್ನು ಕೂಡ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಹಳಷ್ಟು ಆತ್ಮೀಯತೆಯಿಂದ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಕಳೆದ 19 ವರ್ಷಗಳಿಂದ ನಿರಂತರವಾಗಿ ಸೇವೆಯನ್ನು ಮಾಡ್ತಾ ಬಂದಿರುವಂತಹ ನಿದಾ ಸೋಷಿಯೋ ಕೇರ್ ಫೌಂಡೇಶನ್ನ ಒಂದು ಯೋಜನೆಯಾಗಿದೆ. 2000ರಿಂದ 4000 ತನಕ ಪ್ರತಿ ತಿಂಗಳು ಯತೀಮ್ ಕುಟುಂಬಗಳಿಗೆ ಸಹಾಯಧನವನ್ನು ನೀಡುತ್ತಾ ಬಂದದ್ದು ಮಾತ್ರವಲ್ಲದೆ ರೇಷನನ್ನು ವಿತರಿಸುವಂಥ ಯೋಜನೆಯನ್ನು ಕೂಡ ಹಮ್ಮಿಕೊಂಡಿದೆ. ಪ್ರತಿ ತಿಂಗಳು 2600 ಮನೆಗಳಿಗೆ ರೇಷನನ್ನು ನೀಡುವಂಥ ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಳ್ತಾ ಇದ್ದು, ಇದನ್ನು ಸಾಂಕೇತಿಕವಾಗಿ 1 ಕಾರ್ಡನ್ನು ವಿತರಿಸುವಂಥ ಕಾರ್ಯಕ್ರಮ ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ಜರುಗಲಿಕ್ಕಿದೆ. ರೇಷನ್ ವಿತರಣಾ ಕಾರ್ಯಕ್ರಮ ಇದನ್ನು നീടിക്കിದ್ದಾರೆ. ഇന്നത്തെ വേദിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ഖാദർ തിരുവത്തൂർ നൽകുകയാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി ಇಸ್ಮಾಯಿಲ್ ಪೀಸ್ ರೋಡ್ ಇದನ್ನು ಸ್ವೀಕರಿಸಲಿಕ್ಕಿದ್ದಾರೆ. ವೇದಿಕೆ ಹತ್ರ ಆಗಮಿಸಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಬರ್ಕತ್ ಬಿಸ್ಮಿಲ್ಲಾಹಿ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಆತ್ಮೀಯರೇ, ದುಃಖಿತರ ಕಣ್ಣೀರನ್ನು ಒರೆಸಿದ, ಶೋಷಿತರ ಪಾಲಿಗೆ ಧ್ವನಿಯಾದ, ದಮನಿತರ ಬಾಳಿಗೆ ಬೆಳಕಾದ, ಈ ಸಮುದಾಯದ ಕಷ್ಟವನ್ನು ಗಂಭೀರವಾಗಿ ಚಿಂತಿಸಿದ, ನೊಂದವರಿಗೆ ಕಣ್ಣೀರಿನ ಕಂಬನಿ ಉತ್ತರವಲ್ಲ ಎಂಬುದನ್ನು ಸಾಧಿಸಿ ತೋರಿಸಿದ, ഇരുട്ടറിഞ്ഞ ഇരുളിൻ്റെ ഇരുട്ടറയിൽ മണിയറയുടെ സ്വപ്നം കണ്ടുകൊണ്ട് മണവാളന്റെ മുഖമെന്ന കരുണി മണികൾ കവളനിറയുന്ന കണ്ണീരുമായി മരം കൂച്ചുന്ന തണുപ്പിൽ ചുരുണ്ടുകിടന്ന അജയ്യനായ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അറുഷും കുറുസും അനാഥയുടെ പ്രാർത്ഥന കൊണ്ട് കിടുകിടാ വിറക്കുമ്പോൾ, പാവപ്പെട്ടവൻ്റെ
കഷ്ടം കണ്ടറിയാതെ താന്തോന്നിയും തോന്നിവാസിയായും പണക്കാരൻ അഹങ്കാരത്തോടെ നടക്കുമ്പോൾ അരുതു മക്കളെ അരുതോ. അതിനൊക്കെ പാഠമെന്നോളം പഠനമെന്നോളം ഞെരുക്കത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് കടന്നുവെങ്കിലും അനാഥ ആശ്രിതരെ മറക്കാതെ പ്രവാചകന്റെ വാക്കുകളെ കണക്കിലെടുത്തുകൊണ്ടും തൻ്റെ ജീവിതത്തിൻ്റെ ധന്യനിമിഷങ്ങളെ അവസരം കിട്ടാതെ നട്ടോട്ടം പായുന്ന പാവങ്ങൾക്ക് വേണ്ടി കാലങ്ങളോളമായി കണ്ണീരിൽ മുങ്ങിക്കുളിച്ച പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീർ മാറ്റാൻ സോഷ്യോ കെയർ ഫൗണ്ടേഷൻ എന്ന അതിമഹത്തായ സംഘടനയിലേക്ക് രൂപം നൽകുകയും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം പാവങ്ങൾക്ക് നിറഞ്ഞ സൗഭാഗ്യം പകർന്നു കൊടുത്ത അവന്റെ അഭിമാനവും ജനലക്ഷങ്ങളുടെ അഭിമാനവും നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമയായി തീർന്ന നിദാ സോഷ്യോ കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ അബ്ദുൽ ഖാദർ ഹാജി ഉസ്താദ് അവരുടെ പ്രാസ്താവിക പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്തുകൊള്ളു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. സദഖല്ലാഹുൽ അലീം. 1400 കൊല്ലം മുമ്പ് ഇവിടെ ജനിച്ച് വഫാത്തായിപ്പോയ ഒരു മഹൽ വ്യക്തിയെ ലോകം ഇതുവരേക്കും മറന്നിട്ടില്ല, മറക്കാൻ സാധ്യവുമല്ല. ഒരാടിനെ അറുക്കാൻ വേണ്ടി ആ ആട്ടിനിക്കുള്ള കയ്യിനിക്കും കാലിനിക്കും വള്ളി കെട്ടിക്കൊണ്ട് കത്തിനിക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ ചെയ്തത് മഹാ തെറ്റാണ്. നീ ആദ്യം കത്തിനിക്ക് മൂർച്ച കൂട്ടണം, പിന്നെ ആട്ടിനിക്കുള്ള കയ്യും കാലും കെട്ടിക്കൊണ്ട് ഇറക്കേണ്ടതായിരുന്നു. നിന്റെ തെറ്റാണെന്ന് പറഞ്ഞ ആ മുഹമ്മദ് നബിനെ ലോകത്തിലേക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്കുള്ള ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അവ്വലു വാജിബിൻ അലൽ ആബാഇ തഅലീമുഹു അന്ന നബിയിന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബിമക്ക. ഒരു ഉമ്മവാപ്പന്മാർക്ക് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിൽ ഏറ്റവും ഉജൂബായ കാര്യം അവനിക്ക് മഹാനായ റസൂലുള്ളാഹിൻ്റെ ജനനം മരണം വരേക്കുള്ള മറമാടുന്ന സ്ഥലം മുതൽക്കുള്ള മുഴുവനും പഠിപ്പിച്ചു കൊടുക്കൽ അത് നിർബന്ധമാണ്, സുന്നത്തല്ല, നിർബന്ധമാണ്. ആ പഠിപ്പിച്ചത് കൊടുത്തത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചെറിയ ഒരു കുട്ടികളോട് ഞാനിപ്പോൾ ചോദിക്കുന്ന, മോനെ നീ വെളുത്തിട്ടാ കറുത്തിട്ടാ എന്ന് ചോദിച്ചാൽ തൽക്കാലം അവനിക്കൊന്നിങ്ങനെ നോക്കേണ്ടി വരും. അവൻ്റെ നിറം അവനിക്ക് ഉറപ്പില്ല. ഇവിടെ നമ്മൾക്കുള്ള കുട്ടികൾക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മുഴുവൻ രൂപങ്ങളെയും അത് മാത്രമല്ല നിറങ്ങളെയും മുഴുവനും പഠിപ്പിച്ചു കൊടുത്ത ആ മുഹമ്മദ് നബിയെ ലോകം മറക്കാൻ സാധിക്കില്ല. നമ്മുടെ ശരീരത്തിനേക്കാൾ കൂടുതൽ ആ നബിയോട് ഞങ്ങൾക്ക് സ്ഥാനമുണ്ട്, സ്നേഹമുണ്ട്, ഹുബ്ബാണത്. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയിലും സ്നേഹം എന്നുള്ള ലഫ്ളിനിക്കുള്ള ആ ലഫ്ള് പറഞ്ഞാൽ അതിൽ നാവ് അനങ്ങാതെ കണ്ടിട്ട് അതുണ്ടാവില്ല. പ്രീതി, പ്രേമം ഇങ്ങനെല്ലാം പറയും പോലെ അതേ അവസരത്തിൽ ഹുബ്ബ് എന്ന് പറയുമ്പോൾ 2 ഹർഫാണ്, ചുണ്ടിന് നടുവും ഹൽക്കും. അതുകൊണ്ട് മനസ്സിലാകുന്ന ഖൽബിൻ്റെ ഉള്ളിൽ വേണം സ്നേഹം. ആ ഹുബ്ബാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ വെച്ചതായിരിക്കുന്ന സ്നേഹം. ആ നബിയെ മറക്കാൻ സാധിക്കൂല. ആട്ടിനെ പറ്റി അങ്ങനെ പറയുന്നെങ്കിൽ ആ മക്ക മുശ്രിക്കീങ്ങൾ സ്വന്തം മുതുവിന്ന് ജനിച്ചതായിരിക്കുന്ന കുട്ടികൾ പെണ്ണായി തീർന്നാൽ ഉടനെ ആ കുട്ടികളെ കൊന്നുകളയും. അവർ ജീവനത്തോടുകൂടെ കുഴിച്ചുമൂടും. ജീവനത്തോടെ കുഴിച്ചുമൂടാൻ സ്വന്തം പെമ്മക്കളെ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് കുഴിയെടുക്കുന്ന അവസരത്തിൽ ഈ ഉപ്പാൻ്റെ താടിയിലോ മുഖത്തിലോ മണ്ണ് തെറിച്ചിട്ടുണ്ടെങ്കിൽ ആ മകളാണ് എന്നെ തോർത്തിരെടുക്കുന്നത്. ഉമാ കുട്ടിനിക്ക് അറിയില്ല എന്നെ ഇതിൻ്റെ ഉള്ളിലിടുമെന്ന്. അങ്ങനെയുള്ള ആ കാലം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ആ കുഴിച്ചു മൂടപ്പെട്ട കുട്ടിനോട്, ഒന്നവനോടല്ല, കുഴിച്ചു മൂടപ്പെട്ട ആ കുട്ടിനോട് ചോദിക്കും, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊന്നത്? അപ്പോൾ എന്തിനവർ കൊന്ന്? വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഇവർ കൊന്നതിൻ്റെ ഉദ്ദേശം, എൻ്റെ മകൾ വലിയ ബാല്യക്കാരത്തി ആയാൽ പിന്നെ ഒരാൾ എൻ്റെ മകളെ കെട്ടാൻ വേണ്ടി വരും. മനസ്സിലാക്കണം വളരെ.
കല്യാണം കഴിച്ച് എൻ്റെ മകൾ കെട്ടാൻ വേണ്ടി വരും. എൻ്റെ മകൾ അവരുടെ പുരയിൽ പോയിട്ട് അടിമയായി നിൽക്കേണ്ട ഒരു ഹാലത്ത് വന്നു പോവും. അതുകൊണ്ട് ആ കുട്ടിനെ കൊന്നുകളയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇങ്ങ് നോക്ക് സഹോദരന്മാരെ, അതേ അവസരത്തിൽ ഇന്നത്തെ കാലത്ത് വൈദൽ മൗഊദത്ത് സുഇലത്ത് എന്ന് പറഞ്ഞാൽ പ്രസവിച്ചതിന് ശേഷമല്ല, പള്ളൻ്റെ ഉള്ളിൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കൊന്നുകളയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. പള്ളൻ്റെ ഉള്ളിൽ കുട്ടി ആണോ പെണ്ണോ എന്ന് അറിഞ്ഞില്ലെങ്കിലും കൊന്നുകളയുന്നു. എന്തിനു വേണ്ടി? പുതിയാപ്പിള വരാത്തതിന് വേണ്ടി. അന്ന് വരുന്നതിന് വേണ്ടിയും ഇന്ന് വരാത്തതിന് വേണ്ടിയും നിങ്ങൾക്ക് ഞാൻ ഒരു ചരിത്രം പറഞ്ഞു തരാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കുട്ടികളെ കൊല്ലുന്നത് എന്ത് ആവശ്യത്തിന് വേണ്ടി? ഈ കുട്ടികളെ പോറ്റാൻ സാധിക്കും. എൻ്റെ അടുത്ത് ഒരാൾ വന്നു. അയാൾ വന്ന് എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ പെണ്ണിനെ ഇവളവനോട് പറയുന്നത് ഗർഭത്തിന് എടുത്തു കളയണം. വേണ്ട, ഞാൻ പറഞ്ഞത് പാടില്ല, നിങ്ങൾ അവളെ കൂട്ടിയിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൂട്ടിയിട്ട് വന്ന് അവളെ കുറച്ച് കൗൺസിലിംഗ് എല്ലാം ചെയ്ത് സംസാരിച്ച് അവളെ പിന്നെ വാഷാക്കാൻ നോക്കുമ്പോൾ അവൾ പറയുന്നത്, ഉസ്താദെ നിങ്ങൾക്കിങ്ങനെ പറയാൻ അറിയുമോ? എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഉപ്പാക്ക് 9 പെൺമക്കൾ, 9 10. 9ാമത്തെ കുട്ടി ഞാനാണ്. എനിക്ക് ഇന്ന് 30 വയസ്സായി. ഈ 30 വയസ്സ് 20 വയസ്സിന് ശേഷം എൻ്റെ ഈ പാവപ്പെട്ടതായിരിക്കുന്ന ഉപ്പ ഓരോരോ ദിവസം ഇങ്ങനെ എനിക്കൊരു പുതിയ ആപ്പിളനെ അന്വേഷിച്ചും കൊണ്ട് പോവും. എവിടെ പോയി കിട്ടൂല. മഗ്‌രിബാവുമ്പോൾ മടങ്ങി വന്നിട്ടാവുമ്പോൾ ഉമ്മ ചോദിക്കുന്നു, എന്തായി? ഒന്നും ശരിയായിട്ടില്ല. അങ്ങനെ 30 കൊല്ലം 10 കൊല്ലം കാത്ത് ഇത് ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. എൻ്റെ പള്ളിയിലൊരു കുട്ടിയുണ്ട്. അത് പെണ്ണായി പോയാൽ എൻ്റെ ജീവിതം പോലെ ആയിപ്പോവും എന്ന് ആ ഉമ്മ പറഞ്ഞും കൊണ്ടൊരു ഗർഭത്തിന് എടുക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് കാരണം കൊണ്ടിട്ടാണെന്ന് മനസ്സിലാക്കണം. ഏത് കാരണം കൊണ്ടിട്ടാണ്? അതുകൊണ്ടിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, നമ്മൾക്കുള്ള നാട്ടിൻ്റെ ചുറ്റുഭാഗത്ത് സാധുക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധുക്കളെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നാൽ പോരാ. പിന്നെയോ ആ സാധുക്കൾക്ക് വരുന്ന കഷ്ടങ്ങൾ എത്രയോ കുട്ടികൾ. നമ്മളിവിടെ ഇന്ന് 30ഓളം കുട്ടികൾക്കുള്ള നിക്കാഹ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലാഹു തൗഫീഖ് ചെയ്ത് തരട്ടെ. അതിൽ ഒരു കുട്ടിനെ പറ്റി ഞാൻ പറയാം. ആ ഒരു കുട്ടിനിക്കുള്ള ഉപ്പ എവിടെയോ പോയി, ജ്യേഷ്ഠൻ മരിച്ചുപോയി. ആ കുട്ടിൻ്റെ ഉമ്മ നമ്മൾ ഓഫീസിൽ വന്നിട്ട് ആപ്ലിക്കേഷൻ തന്ന് ഇതിനെ ശരിയാക്കാൻ വേണ്ടി തീരുമാനിച്ച്, എന്നിട്ടല്ല തീരുമാനിച്ചതിന് ശേഷം എവിടെയോ കാർ ആക്സിഡൻ്റ് ആയിട്ട് ആ ഉമ്മയും മരിച്ചുപോയി. മകൾ ഒറ്റക്കാണ്. ഇത് നമ്മൾ ജീവിക്കേണ്ട നമ്മൾക്കുള്ള അവസ്ഥ, നമ്മളെപ്പോലുള്ള ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള ഈ വയറ്റിലുള്ള മക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഉമ്മ ഒരുങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് അധികം നിർത്തൂല. നിക്കാഹായതുകൊണ്ട് ഒരു ചെറിയ ചരിത്രം പറയാം. എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകുന്ന 4ാം